ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു മാവിൻ തൈ നടുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറ്റ്യാട്ടൂർ മാവ് കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഒരു സ്ഥലത്തിനെ തന്നെ പ്രസിദ്ധമാക്കിയ ഒരു മാവാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല വരെ മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്കത് നമ്മളെ ക്ലൈമറ്റിലാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ആദ്യം തന്നെ മാവിന് വേണ്ടിയിട്ട് മാവ് നടാനുള്ള കുഴിയൊക്കെ കുഴിച്ച് അതിലോട്ട് കുമ്മായിട്ട് 10 ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം അതിലോട്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചാണകവും. എപ്പോഴും നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ അടിവളം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ആ കുഴിയിൽ തന്നെ ഇട്ട് ഒന്ന് ഇളക്കി മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടി ഒഴിവാക്കിയിട്ട് നമ്മളെ വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ മഴ സമയത്താണെങ്കിൽ കോഴിവളമോ ഇതൊക്കെ ചേർത്ത് നമുക്ക് നടാവുന്നതാണ്. കോഴിവളമൊക്കെ ചേർക്കുന്ന സമയത്ത് ചൂടായത് കാരണം നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ ഇനി ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഇതുപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണ് 3/4 ഭാഗവും നമ്മൾ അടർത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അവരുപയോഗിക്കുന്നത് എല്ലാ നഴ്സറിക്കാരും എന്നല്ല, ചില നഴ്സറിക്കാർ ഉപയോഗിക്കുന്നത് കളിമണ്ണുകളായിരിക്കും. ഞാനിത് KTG നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. KTGൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട്, എന്നാലും ഞാനതിൻ്റെ മണ്ണുകളൊക്കെ അടർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വളമിട്ടതിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്ത ശേഷം ഒന്ന് ഉറപ്പിച്ച് നിർത്തുക. അത് കഴിഞ്ഞ് നമ്മൾ മണ്ണൊക്കെ കോരി അതിലോട്ടിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ എന്ന് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സൈഡിലേക്കൂടെ ഇതുപോലെ ചകിരി എടുത്ത് ഞാൻ മുന്നേ ഒരു കൊട്ടൂർക്കോണം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറ്റ്യാട്ടൂർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിട്ടില്ല. കാരണം വേനൽക്കാലത്ത് നട്ടതുകൊണ്ട് തന്നെ വെയിലും ഇപ്രാവശ്യത്തെ നല്ല ചൂടായിരുന്നില്ലേ, ആ സമയത്ത് അത് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് തന്നെ നടാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതുപോലെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് ഇതുപോലെ ഉറപ്പിച്ച് കൊടുത്ത് ചെടി നടുന്നവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതിനുശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വെള്ളം കുറച്ച് നമ്മൾ ആ നടുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബഡ് ചെയ്തതും ആയ നമ്മൾ പ്ലാന്റ് നടുന്ന സമയത്ത് ആ ബഡ് ചെയ്തത് മുകളിൽ എപ്പോഴും നമ്മൾ ഭൂമിയുടെ മുകളിൽ വേണം, നിരത്തിന് മുകളിൽ വേണം ആയി വരാൻ വേണ്ടിയിട്ട്. അത് മൂടുന്ന രീതിയിൽ നമ്മൾ നട്ട് കൊടുക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മുളച്ച് കുറച്ചൊന്ന് തളിരിലകളൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നുള്ളി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ പുതിയ ശാഖകൾ ഉണ്ടാവും. അതുപോലെ പുതിയ കായ്കൾ ഉണ്ടാവാനും കൂടുതൽ കായ്കൾ ഉണ്ടാവാനുള്ള വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ബഡ് ചെയ്തതിലേക്കൂടെ നമ്മൾ ബഡ്ഡിങ് ലെയർ ചെയ്തതെല്ലാം ആ പ്ലാന്റ്, അതായത് ലെയർ ചെയ്തിട്ടുണ്ടായ പ്ലാന്റ് വളർന്നു വരും. പ്രത്യേകിച്ച് അത് ഉണ്ടാവല് സപ്പോർട്ടൊക്കെയാണ്. അപ്പം 2 ഇലകളും കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ ഇതിന്ന് വളർന്നു വരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒറിജിനലായിട്ടുള്ള സപ്പോർട്ട പ്ലാന്റ് വളരാതെ അത് മുരടിച്ച് പോവുകയും മറ്റേത് വളർന്നു പോവുകയും ചെയ്യും. അത് കുറേ ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്നത് കാണാം. കാരണം നട്ടതല്ല ഉണ്ടാവുന്നത്, വേറെ എന്തൊക്കെയോ ഉണ്ടാവുന്നതെന്ന്. അപ്പം അതാണ് അതിൻ്റെ കാരണങ്ങൾ കുറച്ചൊക്കെ. അപ്പം ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഞാൻ ചകിരി എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി വെക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കപ്പം വളം ഇട്ട് കൊടുക്കാനും അവർ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു നല്ലതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചിട്ടും ഫ്ലവേഴ്സിനെ കുറിച്ചും മെയിനായിട്ട് പച്ചക്കറികൾ പിന്നെ മെഡിസിൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.